ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മിക്സറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ അരിപ്പൊടി, കടലമാവ് ഇതൊക്കെ വെച്ചിട്ടാണല്ലോ മിക്സർ ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പപ്പായ കൊണ്ടാണ് മിക്സർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മിക്സർ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഇത് പപ്പായ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പച്ചപ്പപ്പായ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ കളയണം കേട്ടോ. നല്ല പച്ച പപ്പായ തന്നെ വേണം. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരളവിലാണ് മിക്സർ ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 പപ്പായൊക്കെ എടുത്താൽ മതിയാകും. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത ചെറുതായിട്ടാണ് കേട്ടോ കിട്ടുക. ഇനിയിപ്പോൾ വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പപ്പായ 2 കഷ്ണമായിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വലുതായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പപ്പായ എല്ലാം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെക്കണം. പച്ചപ്പപ്പായക്കൊരു ചവർപ്പ് ഉണ്ടാവും, ഒരു കയ്പ്പ് രസം. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് വെക്കുന്നത്. അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ നിന്ന് ഇതിലെ വെള്ളം ഒന്ന് ഊറ്റി കളയണം. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് വെച്ചതുകൊണ്ട് തന്നെ പച്ചപ്പപ്പായയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒന്ന് പിഴിഞ്ഞ് കളയുക. 2 കൈയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. അപ്പോൾ എല്ലാ പപ്പായയിൽ നിന്ന് ഇതുപോലെ തന്നെ ഇതിലെ വെള്ളം ഒന്ന് ഊറ്റിക്കളയുക. അപ്പോൾ പപ്പായയുടെ ചവർപ്പും കൈപ്രസൊക്കെ മാറി കിട്ടും. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് നല്ല തണുത്ത വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ പപ്പായയിൽ ഇനിയും ഇപ്പോൾ ചിലപ്പോൾ കൈപ്രസോ ചവർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിലിട്ടൊന്ന് കഴുകുന്നത്. അതുപോലെ നമ്മൾ അത്യാവശ്യം കൂടുതൽ ഉപ്പിട്ടിട്ടാണല്ലോ പപ്പായ നേരത്തെ മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ ആ ഉപ്പൊന്ന് പാകമാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ 2 കൈയും പ്രസ് ചെയ്തിട്ട് നമ്മളിതിലെ വെള്ളം എല്ലാം പിഴിഞ്ഞ് കളയണം. വെള്ളം ഒട്ടും ഉണ്ടാവരുത്, എന്നാലാണ് നമുക്ക് മിക്സർ ഫ്രൈ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കിട്ടുക. അപ്പം 2 കൈയും പ്രസ് ചെയ്ത് നന്നായിട്ട് ഇതിലെ വെള്ളം എല്ലാം ഊറ്റിക്കളയുക. ഇതുപോലെ പിഴിഞ്ഞ് കളയണം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി ഒരു ബൗളിലോട്ട് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കുക. പിന്നെ വേണ്ടത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഈ ഗോതമ്പ് പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ കടലമാവും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി ചേർക്കുന്നത്. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പപ്പായയിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു ബൗളിൽ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അരിപ്പൊടിയിലും ഗോതമ്പ് പൊടിയിലും ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതൊന്ന് തരിച്ചെടുക്കണം. ഇതിൽ എക്സ്ട്രാ ഉള്ള പൊടിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്, എന്നാലാണ് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശരിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് തരിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഈ പപ്പായമുള്ള പൊടി മാത്രം മതി, എക്സ്ട്രാ ഉള്ള പൊടികളൊക്കെ നമ്മൾ അരിച്ചിട്ട് കളയണം. അപ്പോൾ തരിച്ചെടുത്തിട്ടുള്ള പപ്പായ ഒരു ബൗളിലോട്ട് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എക്സ്ട്രാ ഉള്ള പൊടിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണയൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പപ്പായ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കറിവേപ്പിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതൊരു സ്ട്രൈനറിലേക്ക് മാറ്റാം. മിക്സറൊക്കെ ആകുമ്പോൾ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യണം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ്. അപ്പോൾ പൊട്ടുകടലയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആകുമ്പോൾ ഇതിനൊന്നും അധികം സമയം വേണ്ട. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്ട്രൈനറിലോട്ട് മാറ്റാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ നിലക്കടലയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നിലക്കടല കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, പച്ചപ്പട്ടാണിക്കടല, അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിൽ ബൂന്തിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. നമ്മൾ പപ്പായ വെച്ചിട്ടാണല്ലോ മിക്സർ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ബൂന്തിയൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി വേണം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ 2 അല്ലി വെളുത്തുള്ളി തൊലിയൊന്നും കളയാതെ ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇനി വേണ്ടത് പപ്പായ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പപ്പായ കൂടി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കളറൊന്ന് ചേഞ്ച് ആയി വരും, അതുപോലെ നല്ല ക്രിസ്പി ആയി വരും. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ ഇവിടെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയിൽ നിന്ന് ഇത് മാറ്റാം കേട്ടോ. ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി എണ്ണയൊക്കെ വാർന്ന് പോയതിന് ശേഷം വേണം നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് കഴിക്കുമ്പോൾ നല്ല കറുമുറാന്നുള്ള സൗണ്ട് കേൾക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ 3 ട്രിപ്സ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് എണ്ണ എല്ലാം വാർത്തതിന് ശേഷം വേണം അതൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാൻ. അപ്പോൾ എണ്ണ എല്ലാം വാർത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെടുത്ത പപ്പായക്ക്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള കടല കറിവേപ്പിൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു കളറും കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എരിവും കുറവായിരിക്കും, നല്ലൊരു കളറും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പപ്പായ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. കറുമുറ എന്നാണ് ഇത് ഇരിക്കുക. നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കറുമുറ എന്നുള്ളൊരു സൗണ്ട് കേൾക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു മറ്റൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്